സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിനുള്ള അനുവദിച്ചിരിക്കുന്ന സമയം. അപ്പോൾ അതിനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു. BLOമാർ വീടുകൾ കയറി വിവരശേഖരണം നടത്തും എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ആർക്കും ആശങ്ക വേണ്ട എന്നതുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും സിനിമാ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമായിട്ടുള്ളത്. വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ ഇപ്പോൾ തിരക്കിട്ടുള്ള SIR നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു തിരക്ക് പിടിച്ച നീക്കം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമായതിനാൽ തന്നെ ഇപ്പോൾ തിരക്ക് പിടിച്ച് SIR നടപ്പാക്കരുത് എന്ന ആവശ്യം കേരളം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. കേരള നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയതാണ്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഏകപക്ഷീയമായി SIR നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. സംസ്ഥാനം ഇതിനെതിരെ എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ കൂട്ടായ ഒരു യോജിപ്പിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിലായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഇന്ന് കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി SIR ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ നവ്യ നായർ ഉൾപ്പെടെയുള്ളവരാണ് സംസ്ഥാനത്ത് ഈ പ്രവർത്തനങ്ങളുടെ ഈ ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി അണിനിരക്കുന്നത്. അതിന്റെ പ്രതികരണങ്ങൾ കാണാം. 2025 നവംബർ 4 അതായത് ഇന്നു മുതൽ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇതിന്റെ പേര് SIR എന്നാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് നൽകുന്ന എന്യൂമറേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകുക. അങ്ങനെ നമുക്കും സുതാര്യമായ ജനാധിപത്യത്തിന്റെ ഭാഗമാകും. ഇപ്പോൾ BLOമാർ എന്യൂമറേഷൻ ഫോമുമായി വീട്ടിൽ വരും. 2003 വോട്ടർ പട്ടികയാണ് ഇതിന് ആധാരമാക്കുന്നത്. അപ്പോൾ അതിൽ വോട്ടുണ്ടെങ്കിൽ എല്ലാം പ്രോസസ്സും വളരെ വേഗത്തിൽ തന്നെ നടക്കും. അന്ന് വോട്ടില്ലാത്തവരെ സംബന്ധിച്ചാണ് പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുക. വളരെ എളുപ്പത്തിലാണ് ഇതിൻ്റെ ഫോം ഫില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചാണ് അല്പം പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുക. അന്ന് തന്നെ വോട്ടവകാശം ഉണ്ടായിരുന്ന ആളുകൾ അന്ന് ഉൾപ്പെടാതെ പോയവർക്കായിരിക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക. 12 തിരിച്ചറിയൽ രേഖകൾ ഇതിനായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം ബീഹാറിലൊക്കെ ആധാർ കാർഡ് ആദ്യം സ്വീകരിക്കാതിരുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. SIRലൂടെ ഏതാണ്ട് 45 ലക്ഷത്തോളം മനുഷ്യർ അവിടെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. അത് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയവുമാണ്. അതിലൊരു തീർപ്പുണ്ടാകും മുൻപാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ SIR വ്യാപിപ്പിക്കുന്നതിനുള്ള തിരക്ക് പിടിച്ച നീക്കം കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അതിലാണ് വലിയ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ പട്ടികയിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് എങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവരിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ ഈ 12 രേഖകളിലൊന്ന് സമർപ്പിച്ച് അവർക്ക് അത് തെളിയിക്കാനായില്ലെങ്കിൽ അവരുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരാണ്. കൂടുതൽ ആളുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പൗരത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകളോ അത്തരം സംശയങ്ങളോ ഇല്ലാത്ത സംസ്ഥാനമാണ്. അപ്പോൾ പോലും പലരിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കി ബോധവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ ഒരു ഭാഗത്ത് നടത്തുന്നതെങ്കിൽ ഇതിനെതിരെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ BLOമാർക്കൊപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആളുകൾക്കും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അവർക്ക്
ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആകാൻ കഴിയും, അങ്ങനെ ആളുകൾ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ആശങ്കകളാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉയരുന്നത്. കേരളവും ഒപ്പം തന്നെ തമിഴ്നാടും പശ്ചിമബംഗാളും അതിശക്തമായ വിമർശനം ഇതിനെതിരെ ഉയർത്തുന്നുണ്ട്. തമിഴ്നാട് ഇതിനോടകം തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വലിയ കൂറ്റൻ റാലിയാണ് കഴിഞ്ഞ ദിവസം SIR-നെതിരെ നടന്നത്. അവിടെ മരണസംഖ്യ, പലരും SIR എന്ന പ്രക്രിയ വരുമ്പോൾ തങ്ങൾക്ക് രാജ്യം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന തരത്തിലൊക്കെയുള്ള ആശങ്ക മനുഷ്യരിൽ രൂപപ്പെടുന്നു. അവിടെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെയും ഉത്തരവാദി ഈ കേന്ദ്ര സർക്കാരാണ്, ഇത്തരം നടപടികളാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും അവിടെ ഈ പ്രോസസ്സ് അനുവദിക്കില്ല എന്ന വലിയ ഉറച്ച തീരുമാനം മമതാ ബാനർജി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കേരളവും തമിഴ്നാടും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കേരളം ഇക്കാര്യത്തിൽ നാളെ സർവകക്ഷി യോഗത്തിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അതിൽ യോജിച്ചുള്ള തീരുമാനം എടുത്തുകൊണ്ട് യോജിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേയുള്ള യോജിച്ചുള്ള തീരുമാനമുണ്ടായിട്ടുള്ളതാണ്. നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. അപ്പോൾ നാളത്തെ സർവകക്ഷി യോഗത്തിലായിരിക്കും SIR-മായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. തമിഴ്നാട് ഒരു പോരാട്ടത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ആ വഴി തന്നെ പിന്തുടരുക എന്നതായിരിക്കും കേരളവും സ്വീകരിക്കുക. നിയമ പോരാട്ടത്തിന് നേരത്തെ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയത്തിൽ കടുത്ത പോരാട്ടം ഉയർന്ന നാടാണ് നമ്മുടെ കേരളം. ഏതായാലും സമാനമായ നിലയിൽ ഒരു കൂട്ടായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നാളെയായിരിക്കും അതിന്റെ തീരുമാനം ഉണ്ടാവുക.